ജനപങ്കാളിത്തമുണ്ടോ, പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ടോ ഈ പ്രതിഷേധ മാർച്ചിൽ? ഒരു മാർച്ച് ആയി അല്ല ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീടിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. വീണ ജോർജിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്തടക്കം ഈ പരിസര പ്രദേശങ്ങളിൽ ഈ പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ അവർ സംഘടിച്ച് വീണ ജോർജിന്റെ വീടിന് മുന്നിലേക്ക് എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ഈ പ്രതിഷേധത്തിന്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ, കോട്ടയത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ വീണ ജോർജിന്റെ വീടിന് മുന്നിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. ഇവിടെ പോലീസ് വാഹനടക്കം സജ്ജമാണ്. ഈ പ്രവർത്തകർ ഇപ്പോൾ വീടിന്റെ മുന്നിലത്തെ ഗേറ്റ് കടക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ പോലീസ് ആ ശ്രമം തടഞ്ഞു. ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിലായി ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. ആര്യ, ശരി, ഒരു പ്രതിഷേധ മാർച്ചായല്ല എത്തിയത്, പക്ഷേ സംഘടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും പോലീസ് സന്നാഹം അവിടെയുണ്ട്. ഒരു പക്ഷേ ഈ മതിൽ ചാടി കടക്കാനൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആദ്യം ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലീസുമായി ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് തന്നെ ഒരുങ്ങുകയാണ് ഇപ്പോൾ കോൺഗ്രസും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും ഒക്കെ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആരോഗ്യമന്ത്രി രാജിവെച്ച് പോകുന്നതാണ് നമ്മുടെ നാടിന് നല്ലതെന്നാണ് VD സതീശൻ പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ബിന്ദുവിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണം ഈ ആരോഗ്യമന്ത്രി അവിടേക്ക് എത്തി, അതോടൊപ്പം തന്നെ മന്ത്രി VN വാസവനും എത്തി. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പാളിച്ച ഒരു പിഴവ് ആദ്യം നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ അപകടത്തെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് അവർ നേതൃത്വം നൽകിയിരുന്നെങ്കിൽ, ചുക്കാൻ പിടിച്ചിരുന്നെങ്കിൽ ഇത്രയും അനാസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഒരു പക്ഷേ ബിന്ദുവിനെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പ്രധാനമായും VD സതീശൻ പ്രതിപക്ഷ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഒന്ന്, ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോണം. ആരോഗ്യമന്ത്രിയുടെ ഒറ്റ വാക്കിലാണ് രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടത്. ഭരണത്തിന്റെ ഉത്തരവാദിത്തം മന്ത്രിമാർക്കാണ്. VN വാസവനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ആരോപണങ്ങൾ. ആരോഗ്യമന്ത്രി രാജി ആവശ്യപ്പെടുന്നു. ആരോഗ്യമന്ത്രി ഒറ്റ വാക്കിൽ രക്ഷാപ്രവർത്തനമാകെ ഇല്ലാതാക്കുകയായിരുന്നു എന്നതാണ് ഗൗരവതരമായ വിമർശനം. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വേഗമുണ്ടായിരുന്നില്ല. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരച്ചിലൊക്കെ നടന്നത് എന്നത് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കെട്ടിടം തകർന്നു വീഴുമ്പോൾ ആരും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് 3 പേരാണ്, ഒരു കുഴപ്പവുമില്ല, അവരെയൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എല്ലാ വിവരങ്ങളും പൊതിഞ്ഞു വയ്ക്കുന്ന നിലയിൽ ഒരു അധിക ജാഗ്രത അവിടെ ഉണ്ടായോ എന്ന സംശയമാണ് പൊതുവിൽ ഈ സംഭവമൊക്കെ കാണുമ്പോൾ ഉള്ളത്. ഒരു പഴയ കെട്ടിടമാണ്, ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അത് ഇടിഞ്ഞു വീണു, അതിനെന്താണ് കുഴപ്പം എന്ന് നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലായിരുന്നു പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത്. രക്ഷാപ്രവർത്തനം വൈകിപ്പോയി എന്ന ഗൗരവതരമായ ആരോപണമാണ്. ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച്, ആ പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരെ നീക്കാൻ പോലീസ് ശ്രമിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ വരുന്നു. എങ്ങനെയെങ്കിലും മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് പ്രവർത്തകരെ മാറ്റാൻ, ബലം പ്രയോഗിച്ച് മാറ്റാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് പോലീസ്. അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഉള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വസതിക്ക് മുന്നിലേക്ക് തടിച്ചുകൂടിയെത്തിയത്. വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്താനാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇപ്പോൾ